ആ ഉമ്മാക്ക് മനസ്സിലായി. ഉമ്മാന്റെ കുട്ടി പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ ഉമ്മ ഈ പറയണത്. ഇന്ന് ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യ്, മാട്ടി ഇങ്ങോട്ട് പോരി. മാട്ടിന്റെ ഉമ്മ നോക്കിക്കോളാം. എല്ലാപ്പ എന്താ ചെയ്യല്? ഇതിപ്പോ ഉമ്മാരോട് സംസാരിക്കുന്നു. അവിടെ ഇങ്ങനെ ഇപ്പൊ എല്ലാം സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ആ എന്നാ ശരി, ഉമ്മ വെക്കാണ്. ആ ആ ആരാ ഉമ്മ വിളിച്ചേ? ആ അത് നാജിയാണ്. അവൾക്കേ നല്ല പനിയാണാല. അവിടെ ഇപ്പൊ ആരാ അവളെ നോക്കാന്? ഞാൻ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. എല്ലാപ്പ എന്താ ചെയ്യാ? ഉമ്മ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലോള്? ആ ഗുളിക എന്തോ കുടിച്ചിക്കണേന്ന് അറിഞ്ഞു. ഞാൻ വേറൊന്നും ഞാൻ ചോദിച്ചില്ല. അവളിപ്പോ അങ്ങോട്ട് വരും. സൂക്കട എവിടുന്നെങ്കിലും വരണുണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഓള് ഇങ്ങോട്ട് മണ്ടി എത്തും. അതിന് ഓള് ഇവിടെ അങ്ങോട്ട് തളരും. പിന്നെ പിന്നോട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഞാൻ എന്ത് പറയാൻ അങ്ങോട്ട് വരാൻ പറയാന്നല്ലാതെ. അവരാര് മക്കളായി പോയില്ലേ? ഉമ്മ ഉമ്മ ആ മോള് വന്നാ? പനി കുറവുണ്ടോ മോൾക്ക്? ആ ആ അമ്മ അവിടെ നിന്നപ്പോഴേ എനിക്ക് ഭയങ്കര പനിയാണ്. ഇപ്പൊ ദാ ഉമ്മാനെ കണ്ടപ്പോ നല്ല കുറവുണ്ട്. എന്തായാലും ഇജ്ജ് റെസ്റ്റ് എടുക്ക്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഏതായാലും പോവാ. ആ ഉമ്മ. ആ നാജിയെ കുറവുണ്ടോ പനി? ആത്താ അത് മാറി. അത് ഇവിടെ വന്നപ്പോഴേ മാറി. അവിടെ ആവുമ്പോഴേ റെസ്റ്റ് ചെയ്യാതെ പണിയെടുക്കണം. ഇവിടെ നിന്നെങ്കിൽ ഇത്തിയും പിന്നെ നോക്കുമല്ലോ. അല്ലത്താ ഇത്തെന്താ ഇങ്ങനെ തല തടവണ്? കൊറേ നേരമല്ല. ഓ അതോ, അത് ഇന്നലെ തുടങ്ങിയതാണ് ഈ തലവേദന. ഈ മഞ്ഞിന്റെ തോന്നുന്നു, നീരിറക്കത്തിന്റെ. ഇത്താക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചുകൂടായിരുന്നാ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, അതാണ്ട് മാറിക്കോളും. ആ അവളോട് ഞാൻ ഇന്നലെ പറച്ചില് തുടങ്ങിയതാണ് ഒന്ന് കാണിക്കാന്. അവള് കാണിക്കണ്ടേ? ആര് കേൾക്കാന്? ഇതിപ്പോ അവളും കൂടി ഇവിടെ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആകെ തകിടം മറി പെരയത്തെ കാര്യങ്ങൾ. കൂടണ്ടാച്ചിട്ടാണ് ഇവളോട് ഞാൻ പറഞ്ഞതൊന്ന് കാണിക്കാൻ. ആര് കേൾക്കാന്? ഇത്താ കാണിക്കുത്താ. അതങ്ങോട്ട് മാറും പെണ്ണെ. ഇക്ക എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇക്ക എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? എനിക്ക് ഇപ്പോഴും നല്ല പനിക്കുണ്ട്. ഞാൻ നല്ല മാറിയിട്ട് വരുള്ളൂ. ആരോടാ പോയിക്കൊണ്ട് കസർക്കണേ? അതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ. എന്നാ ശരി, ഞാൻ വെക്കാണ്. ഞാൻ പനി നല്ല മാറുപാട് വരാം. ആരാ മോളെ? അതൊക്കെയാണ് ഉമ്മ. ചെല്ലാൻ പറഞ്ഞു വിളിക്കാണ്. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേ പോണുള്ളൂ. എനിക്കൊന്നും വയ്യ. ഇതാപ്പൊ നല്ല കൂത്ത്. ഇതിപ്പോ എനിക്ക് പനിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ ജോന്റെ അടുത്ത് വരുമ്പോ തന്നെ എനിക്ക് പനിയൊന്നും ഇല്ല. ഉമ്മാക്ക് പിന്നെ കൊണ്ട് മടുത്താ? ഇതിപ്പോ എന്നെ കൊണ്ട് മടുത്തിട്ടാണ് അപ്പൊ ഞാൻ ഈ പറയണത്. ഇത് പോന്റെ പെരക്കാരെന്താ കരുതുക? എന്ത് കരുതാന്? ഇക്ക് വയ്യാഞ്ഞിട്ടല്ലേ? എനിക്ക് പനി, എനിക്ക് ഒലക്കാണ്. ഇത് അവിടെ കാണുമ്പോത്തിന് ഇങ്ങോട്ട് മണ്ടി വരും. അതെങ്ങനെ അമ്മാതിരി ഫോണിലൊക്കെ വിളിക്കല്? ഓ അങ്ങനെയാണോ? എന്നാ ഞാൻ പോവുകയാണ്. ആ പൊയ്ക്കോ. എനിക്ക് ഈ പറഞ്ഞ മാതിരിയെ ഇവിടെ താങ്ങാൻ ആളുണ്ടായിട്ടാണ്. ഇജേ ഇത്താനെ കണ്ടു പഠിക്ക്. എത്ര ദിവസമായി ആ പെണ്ണ് തലയും വേദനിച്ച് നടക്കണ്. ഇത് പഞ്ഞും കൂടി നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ആ പെണ്ണിന്. പണ്ടൊരു ചൊല്ലുണ്ട്, താങ്ങാനുള്ളവർക്ക് തളർച്ചുള്ളൂന്ന്. ആ പറഞ്ഞ കൂട്ടാ എന്റെ കഥ. അനക്ക് ഇവിടെ താങ്ങാൻ ആളുണ്ട്, അനക്ക് എന്നും തളർച്ചയാണ്. ഓ ഇപ്പൊ ഉമ്മയും മരുമോളും ഒറ്റക്കെട്ട്. ഞാനേ ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. ഞാൻ പോവുക. ആ പോകുമ്പോളേ ഇവിടുത്തെ വായ്മ കളിച്ച പയുണ്ട്, അതിന് കുറച്ച് കൊണ്ടേക്കാം. ഓ
നിങ്ങളൊരു പോണം.